ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നല്ല തലവെട്ടലായിരുന്നു കേട്ടോ. അപ്പം മിന്നൂട്ടൻ ഒന്ന് മസാജ് ചെയ്ത് തരുമോ, ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തരുമോ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അവധിയല്ലേ, അതുകൊണ്ടാവാം ഇന്ന് നല്ല വെയിലുമാണ് കേട്ടോ, മഴ ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്തിരുന്ന് വേറൊരാൾ ഈ സൗണ്ട് കൊടുക്കുമ്പോൾ ഒച്ച വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇച്ചിരി എന്താ പറയുക, മധുരക്കിഴങ്ങ് പുഴുങ്ങി മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ തോന്നി. അപ്പോൾ അതൊക്കെ പുഴുങ്ങി. എൻ്റെ വീട്ടിൽ നിന്ന് പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് അവധി ആയതുകൊണ്ട്. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് അപ്പം നമ്മളങ്ങ് കഴിക്കാൻ പോവുക. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുള്ള കിഴങ്ങായിരുന്നു. ഇതിലിങ്ങനെ വണ്ടിയിൽ കൊണ്ടുവരുന്നവരോട് നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പം അങ്ങനെ വാങ്ങിച്ച കിഴങ്ങാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം നമ്മളതെല്ലാവരോടും കൂടി അങ്ങനെ ഇങ്ങനെ കഴിച്ചു. സാറാക്കുട്ടനും കഴിക്കും കേട്ടോ. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് കുറച്ചൊക്കെ കഴിക്കും, ഇഷ്ടമാണ്. ഇവിടെ ആൾ ഭയങ്കര വയലൻ്റ്, അതാട്ടോ ഇടയ്ക്ക് ഒച്ച കേൾക്കുന്നത്. അതിനുശേഷം കുഞ്ഞുമാവേനെ കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കണ്ടേ. തലവെട്ടലിനൊക്കെ ചെറിയൊരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ, ഞാൻ ഉണക്ക ചെമ്മീൻ വൃത്തിയാക്കി വെച്ചു. അതായത് മുരിങ്ങക്കോലും മാങ്ങയും കൂടി ഇട്ട് കറി വെക്കാനായിട്ട്. ചെമ്മീനൊന്ന് നമ്മൾ റെഡിയാക്കി ചൂടാക്കി എടുക്കണം. എന്നിട്ട് വേണം മുരിങ്ങക്കോലും മാങ്ങയും എല്ലാം കൂടി ഇട്ട് വേവിച്ചിട്ട് അരപ്പ് ചേർത്ത് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ എല്ലാം റെഡിയാക്കി, ഇത് മാങ്ങയും മുരിങ്ങക്കോലും സവോളയും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞ് ചെമ്മീനും ചൂടാക്കിയിട്ട് ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് വെച്ചാൽ മതി. വെന്ത് കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കാം. പിന്നെ ചോറ് അടുപ്പയിലായി, ഏകദേശം വെന്തു കേട്ടോ. ഞാൻ കുക്കറിലൊന്ന് വെച്ച് വിസിലടിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ഊറ്റും. പിന്നെ പപ്പടവും പൊള്ളിച്ചു, ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും വെച്ചു. ചോറ് റെഡിയായി. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്കത്തേനുള്ള ഉച്ചഭക്ഷണം നമുക്ക് റെഡിയായി. അപ്പോൾ പിള്ളേരുള്ളത് കൊണ്ട് അവർക്കും കൊടുക്കണം. അവർക്ക് പോവാറാവുന്നു, ഉച്ച കഴിയുമ്പോഴത്തേനും പോകണം. ആദ്യം നമ്മുടെ സാറാക്കുട്ടന് ഇച്ചിരി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് സാറാക്കുട്ടനുള്ള ചോറും കറികളും ഒക്കെയാണ്. കുറച്ചൊക്കെ അവൾ കഴിക്കും, തന്നെ കഴിക്കുന്നതിനോടാണ് താല്പര്യം. പക്ഷേ ഞാൻ അവൾക്ക് ഉള്ളിലോട്ട് ചെല്ലണമെങ്കിൽ നമ്മൾ വാരി കൊടുക്കണം. തന്നെ കഴിച്ചാൽ അത്രത്തോളം അങ്ങ് സെറ്റ് ആവത്തില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഉള്ളിവട വേണമെന്ന് പറഞ്ഞു. ഉള്ളിവട എന്ന് വെച്ചാൽ സവോള വട. അപ്പം അതിന് ഞാനുണ്ടല്ലോ മുളക് പൊടി ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഒരു കളറില്ലാത്തത്. അങ്ങനെ സവോള വടയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് സാറാക്കുട്ടൻ്റെ ഒരു മേക്കപ്പാണ് ഈ കാണുന്നത്. എൻ്റെ സാറാക്കുട്ടൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം സാറാക്കുട്ടൻ ഞങ്ങളെല്ലാവരെയും മേക്കപ്പ് ചെയ്യാൻ കയറിയതാണ്, കണ്ണെഴുതി തരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ വിശേഷങ്ങൾ. ഇതാണ് സാറാക്കുട്ടൻ്റെ കണ്ണെഴുത്ത് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.